ഹായ് ഡിയേഴ്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള തിയറി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രോബ്ലം പാർട്ടുമാണ്. അതിലാദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്താണ് ഇൻഷുറൻസ്, മീനിങ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ലോസസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു പാർട്ടി കൺസിഡറേഷൻ കൊടുക്കുന്നതിലൂടെ അയാളുടെ പോസിബിൾ ലോസസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഇൻഷുറൻസിനെ നമ്മൾ കാണേണ്ടത്. പിന്നീട് ഇൻഷുറൻസ് പഠിക്കുന്ന സമയത്ത് ഇൻഷുറൻസിൽ മെയിനായിട്ടുള്ള 2 പാർട്ടീസിനെ പറ്റി നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഇൻഷൂററാണ്, രണ്ടാമത്തെ പാർട്ടി ഇൻഷുവേർഡ് ആണ്. അപ്പോൾ ആരാണ് ഈ ഇൻഷൂറർ എന്ന് നമുക്ക് നോക്കാം. ദ പാർട്ടി ഹു അണ്ടർടേക്സ് ദ റിസ്ക് ഈസ് കോൾഡ് ദ ഇൻഷൂറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഏത് പാർട്ടിയാണോ റിസ്ക് അണ്ടർടേക്ക് ചെയ്യുന്നത് അയാളെയാണ് നമ്മളെന്ന് പറയുക, ഇൻഷൂറർ എന്ന് പറയുക. ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഇൻഷുവേർഡ്? ദ പാർട്ടി ഹൂസ് റിസ്ക് ഈസ് കവേർഡ് ഈസ് കോൾഡ് ദ ഇൻഷുവേർഡ്. ആരുടെ റിസ്ക് ആണോ കവർ ചെയ്യുന്നത് അയാളെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂ ടേക്സ് ദ ഇൻഷുറൻസ് പോളിസി ഈസ് കോൾഡ് ഇൻഷുവേർഡ്. ഒരാളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അയാളെയാണ് നമ്മളെന്ത് പറയുക, ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എന്താണ് ഇൻഷുറൻസ് എന്നുള്ളതും ഇൻഷുറർ അതുപോലെ ഇൻഷുവേർഡ് പോലെയുള്ള ടേംസ്, ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേംസുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന് അടുത്ത ഒരു ടേമാണ് പോളിസി. ദ റിട്ടൺ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് കോൾഡ് പോളിസി. ഇറ്റ് ഈസ് ഓൺലി എവിഡൻസ് ഓഫ് ദ കോൺട്രാക്ട്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിനുള്ള എവിഡൻസ് ആണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ എടുക്കാൻ വേണ്ടി പോകുന്ന ഇൻഷുറൻസിൻ്റെ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അതിൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പറഞ്ഞിരിക്കണം. എത്ര എമൗണ്ടാണ് പ്രീമിയമായിട്ട് അടക്കേണ്ടത്, എത്രയാണ് നമുക്ക് സം അഷ്വേർഡായിട്ട് എമൗണ്ട് കിട്ടുക, ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് എമൗണ്ട് കിട്ടേണ്ടത്, നമ്മുടെ പേര്, മറ്റു കാര്യങ്ങൾ, ഇൻഷുറൻസ് കമ്പനിയുടെ പേര്, ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പോളിസി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ 2 രീതിയിലാണ് നമ്മൾ ഇൻഷുറൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് ലൈഫ് ഇൻഷുറൻസ് ആണ്, രണ്ടാമത്തത് ജനറൽ ഇൻഷുറൻസ് ആണ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബൈ വിച്ച് ഇൻഷുറർ ഇൻ കൺസിഡറേഷൻ ഓഫ് പ്രീമിയം agrees to pay a certain sum of money either on the death of the insured or on the expiry of the specified whichever happens earlier. അപ്പോൾ ഒരു ഇൻഷുവേർഡ് ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അയാളൊരു കൃത്യമായിട്ടുള്ള പ്രീമിയം എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടക്കേണ്ടതുണ്ട്. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അയാൾ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഇൻഷുറൻസിൻ്റെ കാലാവധി മെച്യൂരിറ്റി പീരീഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി ഒരു സ്റ്റേറ്റഡ് സം ഓഫ് മണി ഇൻഷുവേർഡിന് കൈമാറും. ഇൻഷുവേർഡ് മരണപ്പെടുന്ന കേസിൽ ഇൻഷുവേർഡിൻ്റെ നോമിനിക്കാണ് ഈ ഒരു എമൗണ്ട് കൈമാറുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ട്, അവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് ആയിരിക്കണം. അത്തരം ഇൻഷുറൻസിനെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. തൊട്ട് താഴെ ഞാൻ കുറച്ച് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ദ മേജർ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ആർ ICICI Prudential ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഉണ്ട്, ബിർള സൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഇൻഷുറൻസ് കമ്പനീസൊക്കെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ പേരുകളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസിൽ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ദെൻ ഒന്നാമത്തെ പോയിന്റ് കോൺട്രാക്റ്റ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുവേർഡ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആണ്. അങ്ങനെ പറയാൻ കാരണം ഒന്നുകിൽ ഇൻഷുവേർഡ് മരണപ്പെടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി മെച്യൂരിറ്റി പീരീഡ് എന്തായാലും ആവും. അപ്പോൾ ഇതൊരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയാണ്. എന്തായാലും ഇൻഷുവേർഡിന് അല്ലെങ്കിൽ നോമിനിക്ക് ആ ഒരു സ്റ്റേറ്റഡ് സം ഓഫ് മണി തിരിച്ചു കിട്ടുന്നതാണ്.
രണ്ടാമത്തത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ് നമ്മൾ സാധാരണയായിട്ട് 10 വർഷം, 15 വർഷം, 20 വർഷത്തേക്കൊക്കെയാണ് എന്ത് ചെയ്യുക, ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. മൂന്നാമത്തെ പോയിൻറ്റ് പ്രീമിയമാണ്. ഇൻഷുർഡ് ഹാസ് ടു പേ എ കൺസിഡറേഷൻ ടു ദ ഇൻഷുറർ. ഇൻഷുർഡ് നിർബന്ധമായിട്ടും ഒരു കൺസിഡറേഷൻ ഇൻഷുറർക്ക് കൊടുത്തിരിക്കണം. കാരണം ആ ഇൻഷുർഡിൻ്റെ പ്രൊട്ടക്ഷൻ, ലൈഫിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കണം. ആ കൺസിഡറേഷനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. പിന്നീട് നാലാമത്തെ പോയിൻറ്റ് ഇവൻ്റ് ഈസ് സെർട്ടൈൻ ആണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസിൽ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവൻ്റ് സെർട്ടൈൻ ആണ്. ഒന്നുകിൽ അയാൾ മരണപ്പെടും, ആ ഇൻഷുറൻസ് എടുക്കുന്ന ഇൻഷുർഡ് മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ആ ഒരു ഫിക്സഡ് മെച്യൂരിറ്റി എക്സ്പയറി ഉണ്ടായിരിക്കും ആ ഒരു കോൺട്രാക്റ്റിന്. അപ്പോൾ ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത്, ഒന്നുകിൽ എക്സ്പയറി ഡേറ്റ് ആവും, അല്ലെങ്കിൽ അതിനിടക്ക് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് ഇൻഷുറൻസ് കമ്പനി ആ ഒരു സ്റ്റേറ്റഡ് സം ഓഫ് മണി ഇൻഷുർഡിന് കൈമാറുന്നത്, അല്ലെങ്കിൽ ഇൻഷുർഡിൻ്റെ നോമിനിക്ക് കൈമാറുന്നത്. ദെൻ ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റിസ്ക് ആൻഡ് എ പ്രൊവിഷൻ ഓഫ് ഫോർ സേവിങ്സ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഫോർ റിസ്ക്കും അതേപോലെ തന്നെ അതെന്തായിട്ടും നമുക്ക് പറയാം, ഒരു സേവിങ്സ് ആയിട്ടും കൂടെ പറയാം. കാരണം ഇൻഷുർഡ് മരണപ്പെട്ടിട്ടില്ല എങ്കിൽ ആ ഒരു മൊത്തം എമൗണ്ട് എക്സ്പയറി ഡേറ്റ് ആവുന്ന സമയത്ത് ഇൻഷുർഡിന് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു പ്രൊവിഷൻ ഫോർ സേവിങ്സും അതേപോലെ തന്നെ നമ്മുടെ ലൈഫിനുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ദ നെക്സ്റ്റ് വൺ, ലൈഫ് ഇൻഷുറൻസ് ക്യാൻ ബി സറണ്ടേർഡ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ ഈ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പോളിസി, ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് ആ ലൈഫ് ഇൻഷുറൻസ് പോളിസി അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത്തരം ഇൻഷുറൻസ് സറണ്ടർ ചെയ്യാം. അപ്പോൾ അയാൾ അതുവരെ അടച്ചിരിക്കുന്ന ഒരു എമൗണ്ടിൻ്റെ ഒരു ഇൻഷുറൻസ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യും, ഇൻഷുർഡിന് കൈമാറും. അതാണ് ലൈഫ് ഇൻഷുറൻസ് ക്യാൻ ബി സറണ്ടേർഡ് എന്നുള്ള പോയിന്റ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊരു കോൺട്രാക്റ്റ് ആണ്, ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. പ്രീമിയം ഇൻഷുറർക്ക് അടച്ചു കൊടുക്കണം. ദെൻ ഇവൻ്റ് എന്ന് പറയുന്നത് സെർട്ടൈൻ ആണ്, ഒന്നുകിൽ എക്സ്പയറി ആവാം അല്ലെങ്കിൽ അയാൾ മരണപ്പെടാം. ദെൻ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ബോത്ത് സേവിങ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റിസ്ക് ആണ്. ദെൻ ലൈഫ് ഇൻഷുറൻസ് ക്യാൻ ബി സറണ്ടേർഡ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ടൈപ്സ് വരുന്നത് ജനറൽ ഇൻഷുറൻസ് ആണ്. ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത മറ്റുള്ള എല്ലാ ഇൻഷുറൻസിനെയും നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. All insurance other than life insurance is called general insurance. Under this type of insurance, the insurer undertakes to indemnify the loss suffered by the insured on happening of a certain event in consideration for a fixed premium. General insurance ഏതാണോ സബ്ജക്റ്റ് മാറ്റർ, ആ ഒരു സബ്ജക്റ്റ് മാറ്ററിന് ഉണ്ടാവുന്ന പോസിബിൾ ലോസിനെ സഫർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ജനറൽ ഇൻഷുറൻസ് കൊടുക്കുന്നത്. ജനറൽ ഇൻഷുറൻസിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള പ്രീമിയം ഇൻഷുറർക്ക് അടച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ജനറൽ ഇൻഷുറൻസിൻ്റെ മീനിങ്ങും ഓർത്ത് വെക്കുക. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത മറ്റുള്ള എല്ലാ ഇൻഷുറൻസും നമ്മൾ ജനറൽ ഇൻഷുറൻസ് ആയിട്ടാണ് പറയുന്നത്. പിന്നീട് അടുത്ത ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. നമ്മൾ നേരത്തെ പോളിസീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ടൈപ്സിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഹോൾ ലൈഫ് പോളിസി. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിസി ദ സം അഷ്വേർഡ് ബിക്കംസ് പേയബിൾ ടു ദ ബെനഫിഷ്യറി ഓൺലി ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്. ദ ഇൻഷുർഡ് ഹാസ് ടു പേ പ്രീമിയം ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. ഒരാൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നു, ആ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം അയാളുടെ ലൈഫിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം, പ്രീമിയം അടച്ചു കൊടുക്കണം. അയാൾ എപ്പോഴാണോ മരണപ്പെടുന്നത് ആ സമയത്ത് മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു സം അഷ്വേർഡ് കിട്ടുന്നുള്ളൂ. അയാൾക്കല്ല, അയാളുടെ നോമിനിക്കാണ് ആ സം അഷ്വേർഡ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അടുത്തത് എൻഡോമെൻറ്റ് പോളിസിയാണ്. എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഏജ് അറ്റൈൻ ചെയ്യുന്നത് വരെ എടുക്കുന്ന പോളിസീസാണ് എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 50 വയസ്സ് ആവുമ്പോഴേക്ക് എനിക്ക് എന്ത് ചെയ്യണം, ആ സം അഷ്വേർഡ് കിട്ടണം, ആ ഒരു രീതിയിൽ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ എൻഡോമെൻറ്റ് പോളിസിയാണ്. ആ ഒരു നിശ്ചിത ഏജ് അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ സം അഷ്വേർഡ് ആ മരിക്കുന്ന സമയത്ത് തന്നെ മൊത്തമായിട്ട് കിട്ടും. മൂന്നാമത്തത് ആനുറ്റി പോളിസിയാണ്. In this type of policy, the amount of policy is paid in the form of annuities for a specified number of years or till the death of the insured.
ആനുറ്റി പോളിസി എന്ന് പറയുന്നത് നിശ്ചിത ഏജ് വരെ അല്ലെങ്കിൽ അയാളുടെ മരണം വരെ ആനുവലി എമൗണ്ട് ഓഫ് പോളിസി അടക്കുന്നതിനെയാണ് നമ്മൾ ആനുറ്റി പോളിസി എന്ന് പറയുന്നത്. ദെൻ പിന്നീട് വരുന്നത് വിത്ത് പ്രോഫിറ്റ് പോളിസിയാണ്. ദിസ് കേസ് ദ പോളിസി ഹോൾഡർ ഓർ നോമിനി വിൽ ഗെറ്റ് എ ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ഫോം ഓഫ് ബോണസ്. ഈ ഒരു വിത്ത് പ്രോഫിറ്റ് പോളിസിയാണ് ഒരു ലൈഫ് ഇൻഷുറൻസിൽ എടുത്തിട്ടുള്ളത് എങ്കിൽ ഒന്നുകിൽ അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ നോമിനിക്ക് ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഷെയർ കൂടെ കിട്ടുന്നതായിരിക്കും. ദെൻ വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് വിത്ത് പ്രോഫിറ്റ് പോളിസിയാണ്. ദ ഇൻഷുർഡ് ഗെറ്റ്സ് ഓൺലി എ ഫിക്സഡ് സം ഓഫ് മണി നോട്ട് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് എ ഷെയർ ഇൻ ദ പ്രോഫിറ്റ്സ്. വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ എത്രയാണോ സം അഷ്യൂർഡ് പറഞ്ഞിരിക്കുന്നത് ആ ഫിക്സഡ് എമൗണ്ട് മാത്രമേ കിട്ടൂ. എന്ത് കിട്ടില്ല? ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കില്ല. ദെൻ ആറാമത്തത് ജോയിൻറ്റ് ലൈഫ് പോളിസിയാണ്. ഇറ്റ് ഈസ് എ പോളിസി ടേക്കൺ ബൈ ജോയിൻറ്റ് ലീവ്സ് ഓഫ് 2 or more persons. എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, 2 പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം. അപ്പോൾ രണ്ടാൾക്കാർ ജോയിൻ്റ് ആയിട്ട് പോളിസി എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. പിന്നീട് ഏഴാമത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ചിൽഡ്രൻസ് ഡെഫേർഡ് ഇൻഷുറൻസ് പോളിസി. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ദ പാരൻസ് ഓൺ ദ ലീവ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ ഫോർ പ്രൊവൈഡിങ് ദെയർ എഡ്യൂക്കേഷണൽ ഓർ മാരേജ്. ഒരു പാരൻറ്റ് അവരുടെ ചിൽഡ്രൻസിൻ്റെ മുകളിൽ എടുക്കുന്ന പോളിസിയാണ് ചിൽഡ്രൻസ് ഡെഫേർഡ് ഇൻഷുറൻസ് പോളിസി. ഇതിന് എട്ടാമത് വരുന്നത് ഡബിൾ ആക്സിഡൻറ്റ് ഇൻഡെമിനിറ്റി പോളിസിയാണ്. ഇൻ ദിസ് ടൈപ്പ് ഇഫ് ദ ഇൻഷുർഡ് ഡൈസ് ബിക്കോസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് ഹിസ് റെപ്രസെൻറ്റേറ്റീവ് വിൽ ഗെറ്റ് ഡബിൾ ദ എമൗണ്ട് ഓഫ് ദ പോളിസി. ഒരാൾ ഡബിൾ ആക്സിഡൻറ്റ് ഇൻഡെമിനിറ്റി പോളിസി എടുത്തു കഴിഞ്ഞാൽ അയാൾ ആക്സിഡൻ്റ് ആയിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ആ പോളിസിയുടെ ഡബിൾ എമൗണ്ട് എന്ത് ചെയ്യും? സം അഷ്യൂർഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞാൽ ദ അഷ്യൂർഡ് എമൗണ്ട് ഈസ് പെയ്ഡ് ടു ദ ഇൻഷുർഡ് നോട്ട് വൺസ് ബട്ട് പീരിയോഡിക്കലി ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഈ സം അഷ്യൂർഡ് പീരിയോഡിക്കലി പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മണി ബാക്ക് പോളിസി എന്ന് പറയാം. ഒരു 20 വർഷത്തേക്കുള്ള ഒരു മണി ബാക്ക് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇൻഷുറൻസ് കമ്പനി 5 വർഷമാവുന്ന സമയത്ത് ഒരു സ്റ്റേറ്റഡ് സം ഓഫ് മണി എന്ത് ചെയ്യുന്നു? ഇൻഷുർഡിന് കൈമാറുന്നു. then അടുത്ത ഒരു 10 വർഷമാകുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യാണ്? മണി ബാക്കായിട്ട് ഇൻഷുവേർഡിന് എമൗണ്ട് കൈമാറുന്നു. അങ്ങനെ പീരിയോഡിക്കലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് സം അഷ്യൂർഡിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്ന പോളിസിയാണ് മണി ബാക്ക് പോളിസി എന്ന് പറയാം. പുറത്ത് വെക്കുക, ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഹോൾ ലൈഫ് പോളിസി, എൻഡോമെൻറ്റ് പോളിസി, ആനുറ്റി പോളിസി, വിത്ത് പ്രോഫിറ്റ് പോളിസി ഉണ്ട്, വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി, ജോയിൻറ്റ് ലൈഫ് പോളിസി, ചിൽഡ്രൻ ഡെഫേർഡ് ഇൻഷുറൻസ് പോളിസി, ഡബിൾ ആക്സിഡൻറ്റ് ഇൻഡെമിനിറ്റി പോളിസി ആൻഡ് മണി ബാക്ക് പോളിസി. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഇത് 6 മാർക്കിന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാർക്കിന് തിയറി ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ, ചെറിയൊരു എക്സ്പ്ലനേഷനെങ്കിലും ഓരോ പോളിസിക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് സറണ്ടർ വാല്യൂ. ഇഫ് ദ ഇൻഷുർഡ് ഈസ് നോട്ട് ഏബിൾ ടു കണ്ടിന്യൂ പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ഓൺ ഹിസ് പോളിസി ആൻഡ് ഡിസൈർ ടു ഗിവ് അപ്പ് ദ പോളിസി ഹി ക്യാൻ സറണ്ടർ ഹിസ് പോളിസി എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂയിങ് ബിഫോർ മെച്യൂരിറ്റി. ദ എമൗണ്ട് വിച്ച് ദ ഇൻഷുർഡ് ഗെറ്റ്സ് ഫ്രം ദ ഇൻഷുറർ ഓൺ സറണ്ടറിങ് ദ പോളിസി ഈസ് കോൾഡ് സറണ്ടർ വാല്യൂ. ഇറ്റ് ഈസ് പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഏതെങ്കിലും ഒരു ഇൻഷുർഡിന് അയാളെടുത്ത പോളിസിയുടെ മുകളിൽ, അയാളെടുത്ത ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ മുകളിൽ പ്രീമിയം കണ്ടിന്യൂ ചെയ്ത് അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു പോളിസി സറണ്ടർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം ബിഫോർ മെച്യൂരിറ്റി. മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുന്നേ അയാൾക്ക് എന്ത് ചെയ്യാം? ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇൻഷൂറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അയാൾക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ട് കണ്ടുപിടിക്കും. ആ എമൗണ്ടിനെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഇൻഷുർഡ് അയാൾ ആ ഇൻഷുറൻസ് പോളിസി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി അയാൾക്ക് ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു എമൗണ്ട് കണ്ടുപിടിക്കും. ആ എമൗണ്ടിനെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഇൻഷുർഡിന് ആ ഒരു എമൗണ്ട് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നതായിരിക്കും. ഇതാണ് സറണ്ടർ വാല്യൂ. കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് പെയ്ഡപ്പ് വാല്യൂ. അടുത്തൊരു ടേമാണ് പെയ്ഡപ്പ് വാല്യൂ. നമുക്ക് സറണ്ടർ വാല്യൂവും പെയ്ഡപ്പ് വാല്യൂവും കമ്പയർ ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. When a policy holder wants to stop payment of further premium instead of surrendering the policy,
he may get it converted into a paid up policy. Paid up value is that proportion of the policy value which the number of premiums already paid bears to the total number of premiums payable. It is not paid immediately. ഏതെങ്കിലും ഒരു പോളിസി ഹോൾഡർക്ക് അയാളുടെ ഫർദർ പ്രീമിയം അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ അയാൾക്കത് സറണ്ടർ ചെയ്യുന്നതിന് പകരം അതെന്താക്കി മാറ്റാം, പെയ്ഡപ്പ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. പെയ്ഡപ്പ് പോളിസി ആക്കിയിട്ട് മാറ്റാം. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? പെയ്ഡപ്പ് പോളിസി ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഇൻഷുവേർഡിന് ആ സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു പെയ്ഡപ്പ് വാല്യൂ കൊടുക്കുന്നതല്ല. മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾ മരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, പെയ്ഡപ്പ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ സറണ്ടർ വാല്യൂയും പെയ്ഡപ്പ് വാല്യൂ നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, സറണ്ടർ വാല്യൂ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും. പെയ്ഡപ്പ് ആണെങ്കിൽ ഒന്നുകിൽ മെച്യൂരിറ്റി ആവണം അല്ലെങ്കിൽ അയാൾ മരണപ്പെടണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫർദർ പ്രീമിയം രണ്ടിലും നമ്മൾ അടക്കേണ്ടതില്ല. സറണ്ടർ വാല്യൂവിലും ഫർദർ പ്രീമിയംസ് അടക്കേണ്ടതില്ല, പെയ്ഡപ്പ് വാല്യൂവിലും ഫർദർ പ്രീമിയംസ് അടക്കേണ്ടതില്ല. നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് ആണ്. എന്തൊക്കെ ഡിഫറൻസസ് ആണ് ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും തമ്മിലുള്ളത്? ഒന്നാമത്തത് ലൈഫ് ഇൻഷുറൻസ് ആണ്, രണ്ടാമത്തത് ജനറൽ ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആണ്. ലൈഫ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് സം അഷ്യൂർഡ് നമുക്ക് എന്തായാലും ഒന്നുകിൽ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. പക്ഷേ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. ഇൻഡെമിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, കിട്ടുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വാഹനത്തിന് ഇൻഷുറൻസ് എടുത്തു, 1 ഇയറിലേക്കുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് ആ 1 ഇയറിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു ഇൻഷുറൻസ് കമ്പനി പൈസ തരുന്നുള്ളൂ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആണ്. ദെൻ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. ദെൻ ലൈഫ് ഇൻഷുറൻസിൽ ദ ഇവൻ്റ് ഈസ് സെർട്ടൈൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകിൽ മെച്യൂരിറ്റി ആവും അല്ലെങ്കിൽ അയാൾ മരണപ്പെടും. അപ്പോൾ ഇവൻ്റ് എന്ന് പറയുന്നത് സെർട്ടൈൻ ആണ്. ജനറൽ ഇൻഷുറൻസിൽ ദ ഇവൻ്റ് ഈസ് അൺസെർട്ടൈൻ. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിൻറ്റ്, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എ കോമ്പിനേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് റിസ്ക് ആൻഡ് ആൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻഷുറൻസിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സേവിങ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ അതൊരു പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക്കും കൂടെയാണ്. പക്ഷേ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓൺലി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക് ആണ്. അതൊരിക്കലും എന്താവുന്നില്ല, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നില്ല. ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ഇതുവരെ അടച്ചിരിക്കുന്ന ജനറൽ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടുന്നതല്ല. ദെൻ ലൈഫ് ഇൻഷുറൻസ് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. 10 വർഷം 15 വർഷം 20 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് എങ്കിൽ, ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം കോൺട്രാക്റ്റ് ആണ്. മെയിനായിട്ട് 1 ഇയർ ആണ് ആ ഷോർട്ട് ടേം കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ പിന്നീട് പറയുന്നത് പ്രീമിയം ഈസ് പേയബിൾ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി ഒക്കെ അതിന് പ്രീമിയം അടക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ ലംസമായിട്ട് മൊത്തമായിട്ട് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം, അടച്ച് കൊടുക്കേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ഡബിൾ ഇൻഷുറൻസ് ഈസ് കോമൺ. ലൈഫ് ഇൻഷുറൻസിൽ ഡബിൾ ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, അത് കോമൺ ആണ്. പക്ഷേ ഒരു ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ ഡബിൾ ഇൻഷുറൻസ് ഈസ് നോട്ട് കോമൺ ബട്ട് റീ ഇൻഷുറൻസ് ഈസ് കോമൺ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ ഏഴാമത്തെ പോയിൻറ്റ്, ലൈഫ് പോളിസി ക്യാൻ ബി സറണ്ടേർഡ്. ലൈഫ് ഇൻഷുറൻസ് നമുക്ക് എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്യാം, ഡിസ്കണ്ടിന്യൂ ചെയ്ത് അതുവരെ അടച്ചിരിക്കുന്ന പൈസയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് വാങ്ങിക്കാം. പക്ഷേ ജനറൽ ഇൻഷുറൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സറണ്ടർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഏറ്റവും അവസാനമായിട്ട് 8 പോയിൻറ്റുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മിനിമം 6 പോയിൻറ്റുകളെങ്കിലും കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പ്രീമിയം ഈസ് ഫിക്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ഇൻഷുർഡ്. നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രീമിയം ഡിറ്റർമൈൻ ചെയ്യുന്നത് അയാളുടെ ആ ഇൻഷുർഡിൻ്റെ ഏജിനെയോ അല്ലെങ്കിൽ അയാളുടെ ഹെൽത്തിനെയോ ഒക്കെ ബേസ് ചെയ്തിട്ട് കൊണ്ടാണ് പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ജനറൽ ഇൻഷുറൻസ് ആവുന്ന കേസിൽ പ്രീമിയം ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് റിസ്ക് ഓഫ് ലോസ് ഇൻവോൾവ്ഡ്. എത്രത്തോളം റിസ്ക് ഉണ്ടാവും അതിൻ്റെ ഡിഗ്രീനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജനറൽ ഇൻഷുറൻസിൽ പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്. ദെൻ പിന്നീട് വരുന്ന അടുത്തൊരു ടേമാണ് ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന, നമ്മളിപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രീമിയം എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ കൺസിഡറേഷൻ വിച്ച് ദ ഇൻഷുർഡ് ഹാസ് ടു പേ ദ ഇൻഷുറൻസ് കമ്പനി ഫോർ അണ്ടർടേക്കിംഗ് ഹിസ് റിസ്ക്. പ്രീമിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺസിഡറേഷനാണ്. ഇൻഷുർഡ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് നമ്മളെന്ത് പറയുക, പ്രീമിയം എന്ന് പറയാം. ഈ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ റിസ്ക് ഏറ്റെടുക്കുന്നത് കൊണ്ട് ആ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടേണ്ട കൺസിഡറേഷനാണ് പ്രീമിയം. ഈ പ്രീമിയം അടച്ചു കൊടുക്കേണ്ടത് ആരാണ്, ഇൻഷുർഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക.
ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? പ്രീമിയമാണ്. ഇൻ ദ കേസ് ഓഫ് റീ ഇൻഷുറൻസ് ദർ ആർ ടു ഇൻഷുറർ, ഒറിജിനൽ ഇൻഷുറർ ആൻഡ് റീ ഇൻഷുറർ. The original insurer pays the premium to the reinsurer. It is called premium on reinsurance ceded. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റീ ഇൻഷുറൻസ് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരാളുടെ റിസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ഇവരെന്ത് ചെയ്യും, മറ്റേതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ റീ ഇൻഷൂർ ചെയ്യും. അങ്ങനെ റീ ഇൻഷൂർ ചെയ്യുന്ന സമയത്ത് കമ്പനി അടച്ചു കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ദ കേസ് ഓഫ് റീ ഇൻഷുറൻസ് ദ പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് ഷുഡ് ബി ആഡഡ് ആസ് റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. ഇൻ കേസ് ഇനി റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഉണ്ടാവാം, ഏതെങ്കിലും ഒരു കമ്പനിക്ക് റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഉണ്ടെങ്കിൽ അത്തരം റീ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് വൺ, റിസർവ് ഫോർ അൺഎക്സ്പയർഡ് റിസ്ക് എന്ന് പറയുന്ന ഒരു ടേമാണ്. The reserve maintained to meet any possible liability in respect of those policies which are not expired at the end of an accounting year is called reserve for unexpired risk. ഒരു പോളിസിയുടെ എക്സ്പയറി ഡേറ്റ് ആവുന്നതിന് മുന്നേ ഒരു പോസിബിൾ ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി മാറ്റിവെക്കുന്ന എമൗണ്ടിനെയാണ് റിസർവ് ഫോർ അൺഎക്സ്പയർഡ് റിസ്ക് എന്ന് പറയുന്നത്.